യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ദൈവവചനം കേൾക്കുന്നവരുണ്ട്, ശ്രദ്ധിക്കുന്നവരുണ്ട്. ദിവസത്തിൻ്റെ പല പ്രാവശ്യവും ഈ വചനം വായിക്കുന്നവരുണ്ട്. ഈ വചനത്തിലൂടെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കുന്നവരുമുണ്ട്. ഞാൻ ഇന്നലെ കണ്ട വ്യക്തി എന്നോട് പറഞ്ഞു, ഞാൻ ഈ വചനം കേൾക്കാറില്ലായിരുന്നു. കുറേ ആളുകൾ എനിക്കിങ്ങനെ അയച്ചു തരുമായിരുന്നു. എനിക്കെന്തോ കേൾക്കാൻ താല്പര്യമില്ലാതായിരുന്നു. എന്നാൽ എൻ്റെ മക്കളുമായി ബന്ധപ്പെട്ടൊരാവശ്യം വന്നപ്പോൾ ഞാൻ ഈ വചനം കേട്ടു തുടങ്ങി. എനിക്കതുമായി ബന്ധപ്പെട്ടൊരു അനുഗ്രഹം അനുഭവിക്കാൻ കഴിഞ്ഞു. ആ അനുഗ്രഹം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ പിന്നെ ഇന്നുവരെ അത് മുടങ്ങിയിട്ടില്ല എന്ന്. ലഭിച്ച ചില അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അതെന്നും കേൾക്കുന്നവരുണ്ട്. ഈ വചനം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്. കേൾക്കുന്നത് മനുഷ്യൻ്റെ ശബ്ദമാണെങ്കിലും അത് ദൈവവചനത്തിൻ്റെ ശബ്ദം കൂടിയാണ്. ഇന്നെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം ഏതാണ്? ഏത് കാര്യത്തിലാണ് നിങ്ങൾ ആകെ ടെൻഷനാകുന്നത്, വിഷമവും പേടിയൊക്കെ തോന്നുന്നത്? ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. ദോഷമൊന്നും വരികയില്ല. ദൈവം കൈപിടിച്ച് നടത്തും, ദൈവം മുന്നോട്ട് നയിക്കും. ആ വിഷയത്തിനകത്ത് ഭാരപ്പെടേണ്ടി വരത്തില്ല, ആ വിഷയത്തിനകത്ത് കരയേണ്ടി വരില്ല. പ്രാർത്ഥനയോടെ കേൾക്കാൻ പോവുകയാണ് ഈ വചനം. സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൻ്റെ ഹെഡിങ് ബാലാമിൻ്റെ കഴുത എന്നാണ്. ബാലാമിൻ്റെ സിംഹം എന്നോ ബാലാമിൻ്റെ ആന എന്നോ ബാലാമിൻ്റെ കുതിര എന്നൊന്നുമല്ല, ബാലാമിൻ്റെ കഴുത. ബാലാം ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ആ യാത്രയെ തടഞ്ഞുവെന്നും 3 പ്രാവശ്യം ബാലാം ആ കഴുതയോടൊപ്പം മുന്നോട്ട് പോകാൻ നോക്കിയപ്പോൾ കഴുത ദൈവത്തിൻ്റെ ദൂതനെ കണ്ട് മുന്നോട്ട് പോകാതെ മടിച്ചു നിന്നുവെന്നും അവിടെ കിടന്നുവെന്നും 3 പ്രാവശ്യം ബാലാം തൻ്റെ കഴുതയെ അടിച്ചു എന്നെഴുതിയിട്ടുണ്ട്. ഈ ബാലാം അടിച്ചത് മിണ്ടാപ്രാണിയായ ഒരു മൃഗത്തെ, ഒരു കഴുതേനെയാണ്. നമ്മൾ ചിലപ്പോൾ ഈ ബുദ്ധിയില്ല, അല്ലെങ്കിൽ ചില പഠിക്കാൻ കഴിവ് കുറഞ്ഞവരെ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിവ് കുറഞ്ഞവരെയൊക്കെ നമ്മൾ പറയും പുള്ളി ഒരു കഴുതയാണ്, പുള്ളി ഒരു കഴുതയാണ്. ചില അധ്യാപകർ സ്കൂളിലെ പിള്ളേരെ വിളിക്കും, നീ ഒരു കഴുതയാണല്ലോ, എടാ കഴുതേ എന്ന് വിളിക്കും. തമാശയ്ക്കായിരിക്കാം, ചിലപ്പോൾ ദേഷ്യം കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് അറിയില്ല, പണ്ട് കാലത്ത് ഇങ്ങനെ കൊണ്ടായിരുന്നു, കഴുതയെന്ന് വിളിക്കും. ബാലാം അടിച്ചത് കഴുതേനെയാണ്. ഞാൻ വായിക്കുന്ന വാക്യം ശ്രദ്ധിക്കണം. 22-ാം അധ്യായം 31 മുതലുള്ള വാക്യമാണ്. അപ്പോൾ കർത്താവ് ബാലാമിൻ്റെ കണ്ണുകൾ തുറന്നു, ഊരിയ വാളേന്തി വഴിയിൽ നിൽക്കുന്ന കർത്താവിൻ്റെ ദൂതനെ കണ്ട് അവൻ കമിഴ്ന്നു വീണു. ഇപ്പോഴാണ് ബാലാം ദൈവത്തിൻ്റെ ദൂതനെ കാണുന്നത്. ഇത് കണ്ടപ്പോൾ ബാലാം കമിഴ്ന്നു വീണു. 32-ാമത്തെ വാക്യം. കർത്താവിൻ്റെ ദൂതൻ ബാലാമിനോട് പറഞ്ഞു, കഴുതയെ 3 പ്രാവശ്യം അടിച്ചത് എന്തിന്? നീ കഴുതയെ 3 പ്രാവശ്യം അടിച്ചത് എന്തിന്? അപ്പോൾ കഴുതയെ 3 പ്രാവശ്യം അടിച്ചത് ആര് കണ്ടു? സ്വർഗത്തിലെ ദൈവം അത് കണ്ടു. കഴുതേനെ അടിച്ചതോ? അതുകൊണ്ട് ചോദിക്കുവാണ്, ആദ്യം ചോദിച്ച ചോദ്യം ഇതാ, കണ്ണ് തുറന്നു, എന്നാ കൊണ്ട് വിശേഷം, സുഖമായിരിക്കുന്നോ, നിനക്കെന്നെ മനസ്സിലായില്ലല്ലേ? ഇതൊന്നുമല്ല ചോദിച്ചത്. നീ എന്തിനാണ് ഈ മിണ്ടാപ്രാണിയായ കഴുതയെ 3 പ്രാവശ്യം അടിച്ചത്? കഴുതേനെ അടിച്ചതുപോലും
ആ വേദന പോലും സ്വർഗത്തിലെ ദൈവം അറിഞ്ഞതുകൊണ്ടല്ലേ ഈ വാക്യം ഇങ്ങനെ വന്നേ. കർത്താവിൻ്റെ ദൂതൻ ബാലാമിനോട് പറഞ്ഞു, നീ ആ പാവം ആ മിണ്ടാപ്രാണിയെ, ആ കഴുതയെ 3 പ്രാവശ്യം അടിച്ചത് എന്തിന്? ആ വേദന പോലും സ്വർഗം അറിഞ്ഞു. നമ്മളെ അനുഭവിക്കുന്ന ചെറിയ വേദന പോലും സ്വർഗം അറിയുന്നുണ്ട്. ദൈവം കാണുന്നുണ്ട്. ദൈവം കാണുന്നുണ്ട്. നമ്മൾ പറയില്ലേ, എൻ്റെ വേദനയൊന്നും ആരും കാണാനില്ലല്ലോ, എന്നെയൊന്നും ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, എന്നെ കേൾക്കുന്നില്ലല്ല. ആരും കാണുന്നില്ലേലും കേൾക്കുന്നില്ലേലും ദൈവം നിന്നെ കാണുന്നുണ്ട്. നിൻ്റെ വേദന അറിയുന്നുണ്ട്. നിന്നെ ആരാണ് അടിച്ചത്? വടി കൊണ്ടടിക്കുന്ന അടി മാത്രമല്ല, വാക്കുകൾ കൊണ്ട് അടിക്കുന്നവരുണ്ട്, മുറിവേൽപ്പിക്കുന്നവരുണ്ട്. ഞാനീ പറയുമ്പോൾ നിങ്ങൾക്ക് ഭാരമൊന്നും തോന്നരുത്. ഭാര്യ എന്ന നിലയിൽ, അല്ലെ ഭർത്താവ് എന്ന നിലയിൽ ഭാര്യയോട് ചോദിക്കും, അല്ലെ ഭാര്യ എന്ന നിലയിൽ ഭർത്താവിനോട് ചോദിക്കും, നീ നിൻ്റെ ജീവിത പങ്കാളിയെ എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? നീ അവളെ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നീ ആ വ്യക്തി എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? നമ്മുടെ വീട്ടിൽ, നമ്മുടെ വീടിൻ്റെ അകത്തെ മുറിയിൽ നമ്മൾ പരസ്പരം വഴക്കുണ്ടാക്കിയതോ വിഷമിപ്പിച്ചതോ ഒക്കെ ആയിരിക്കും. എത്ര മുറിക്കകത്തായാലും നമ്മളെ ഒരാൾ ആവശ്യമില്ലാതെ വേദനിപ്പിച്ചാൽ, അടിച്ചാൽ അത് സ്വർഗം കാണുന്നുണ്ട്. നമ്മുടെ വേദന അറിയുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നിൻ്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അതിലെല്ലാത്തിനും കണക്കുണ്ട്. ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞവരുണ്ട്, വണ്ടി ഓടിച്ചു കൊണ്ടിരുന്ന് കരഞ്ഞവരുണ്ട്, ബാത്റൂമിൽ കയറി വാതിലടച്ച് പൈപ്പ് തുറന്നു വെച്ച് ആരും കേൾക്കാതെ അലറിക്കരഞ്ഞവരുണ്ട്, പറമ്പിൽ പോയിരുന്ന് കരഞ്ഞവരുണ്ട്, ഓഫീസ് റൂമിലിരുന്ന് കരയുന്നവരുണ്ട്, ആരും കാണാതെ ഒളിച്ച് മറഞ്ഞു ഇരുന്ന് കരയുന്നവരുണ്ട്, ബൈക്ക് ഓടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് വണ്ടി ഓടിച്ചു പോകുന്നവരുണ്ട്. പല വിധത്തിൽ ജീവിതത്തിൽ വേദനയോടെ കരയുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ വേദന അറിയുന്നൊരു ദൈവമുണ്ട്. ഇല്ലെങ്കിൽ ഈ കഴുതയുടെ വേദന പോലും ദൈവം അറിഞ്ഞു. അതുകൊണ്ട് ബാലാമിനോട് ചോദിച്ചു, ബാലാം, നീ എന്തിനാ ആ മിണ്ടാപ്രാണിയെ അടിച്ചത്? എന്തിനാ അതിനെ വേദനിപ്പിച്ചത്? എന്തിനാ അതിനെ വേദനിപ്പിച്ചത്? നമ്മുടെ അവസ്ഥ അറിയുന്നൊരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി സംസാരിക്കുന്നൊരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. കഴുതയ്ക്ക് വേണ്ടി പോലും ദൈവം ഇവിടെ സംസാരിച്ചു. ദൈവത്തിൻ്റെ ദൂതൻ സംസാരിച്ചു. അതൊരു മിണ്ടാപ്രാണിയല്ലേ, അതിൻ്റെ 2 കൊടുത്താലും കുഴപ്പമില്ലെന്നല്ല പറഞ്ഞത്. നീ എന്തിനാ അടിച്ചത്? എന്തിനാ അതിനെ വേദനിപ്പിച്ചത്? കാര്യം അറിയാതെ നീ എന്തിനാ അതിനെ വിഷമിപ്പിച്ചത് എന്ന് ചോദിച്ചു. ആ കഴുതയ്ക്ക് വേണ്ടി പോലും ദൈവത്തിൻ്റെ ദൂതൻ മിണ്ടി സംസാരിച്ച്, എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. എനിക്കാരുമില്ലല്ലോ, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലല്ലോ, എനിക്ക് വേണ്ടി പറയാൻ ആരുമില്ലല്ലോ, ഞാനങ്ങ് ഒറ്റയ്ക്കായിപ്പോയല്ലോ എന്നൊന്നും വിഷമിക്കണ്ട. എനിക്ക് വേണ്ടി പറയാൻ, എനിക്ക് വേണ്ടി സംസാരിക്കാൻ, എനിക്ക് വേണ്ടി ഇടപെടാൻ എനിക്കൊരു ദൈവമുണ്ട്. അങ്ങനെ ഒറ്റയ്ക്കൊന്നുമല്ല. ഇവിടെ ആർക്കും വേണ്ടാത്ത, ബുദ്ധിയിൽ കുറവുള്ള, സംസാരശേഷി ഇല്ലാത്ത മിണ്ടാപ്രാണിയായ ഒരു കഴുതയ്ക്ക് വേണ്ടി പോലും ദൈവം സംസാരിച്ചു. അതൊരു മിണ്ടാപ്രാണിയല്ലേ, പോട്ടെ എന്നല്ല പറഞ്ഞേ. നീ എന്തിനാ അടിച്ചത്? നമ്മൾ ആരെയും ആവശ്യമില്ലാതെ വേദനിപ്പിക്കണ്ട. അയൽവാസിയാകട്ടെ, ജോലിക്കാരാകട്ടെ, അധ്വാനിക്കുന്നവരാകട്ടെ, ഒപ്പം നിൽക്കുന്നവരാകട്ടെ, ദൂരെ ആകട്ടെ, നമ്മൾ ആവശ്യമില്ലാതെ ഒരാളെയും വേദനിപ്പിക്കണ്ട. കാരണം അത് സ്വർഗം കാണുന്നുണ്ട്. ചെറിയ ചെറിയ വിഷമങ്ങളും വാക്കുതർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ജീവിതത്തിലുണ്ടാകാം. സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകാം, മനുഷ്യരല്ലേ, അതിനെക്കുറിച്ചല്ല. അല്ലാതെ അറിഞ്ഞുകൊണ്ട് ആരെയും അടിക്കണ്ട, അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കണ്ട, അറിഞ്ഞുകൊണ്ട് ആരെയും ഉപദ്രവിക്കണ്ട. കാരണം ആ വ്യക്തിക്ക് വേണ്ടി ദൈവം ചിലപ്പോൾ ഇടപെടാം. ആ വ്യക്തിക്ക് വേണ്ടി ദൈവം കണക്ക് ചോദിക്കാം. എന്തിനാ അടിച്ചത്? എന്തിനാ ഉപദ്രവം? എന്തിനാ ചതിച്ചത്? എന്തിനാ ആ വ്യക്തിയെ ചതിച്ചത്? എന്തിനാ ആ വ്യക്തി ഉപേക്ഷിച്ചത്? എന്തിനാ നീ ആ തീരുമാനം എടുത്തത്? എന്തിനാ നീ ആ വേണ്ടാത്ത കാര്യം പറഞ്ഞുണ്ടാക്കിയത്? എന്തിനാ ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കിയത് എന്ന് ദൈവം നമ്മളോട് ചോദിക്കും. ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് അത് മൈൻഡ് ചെയ്യാതിരിക്കരുത്. ആരും കാണുന്നില്ലെങ്കിലും സ്വർഗം അത് കാണുന്നുണ്ട്.
ആരും കാണുന്നില്ലേലും ദൈവത്തിൻ്റെ കണ്ണുകളത് കണ്ടുകൊണ്ടായിരിക്കുന്നേ. ചോദിക്കും, എന്തിനാ നീ അടിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, നിന്റെ യാത്ര വിവേകശൂന്യമായതിനാൽ നിന്നെ തടയാൻ ഞാൻ വന്നിരിക്കുന്നു. ഈ കഴുത 3 പ്രാവശ്യം ഈ കഴുത എന്നെ കണ്ടാണ് തിരിഞ്ഞു പോയത്. അങ്ങനെ വഴിമാറിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ നിന്നെ കൊല്ലുകയും അതിനെ വെറുതെ വിടുകയും ചെയ്യുമായിരുന്നു. ആ കഴുത നിന്നെ സഹായിക്കുക ചെയ്തേ, നീ എന്തിനാ അടിച്ചത്? ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ന് പ്രാധാന്യത്തോടെ പറഞ്ഞത്, ആ കഴുതയ്ക്ക് 2-3 അടി കിട്ടി. അത് ആ വേദന പോലും സ്വർഗം അറിഞ്ഞു, ദൈവം അറിഞ്ഞു. ദൈവത്തിൻ്റെ ദൂതൻ ചോദിക്കുക, നമ്മുടെ വേദന അറിയുന്നൊരു ദൈവമുണ്ട്. ആരും വിഷമിക്കുകയോ തളരുകയോ വേണ്ട. എന്തിൻ്റെ പേരിലാണ് വേദന? ഒരു വീടില്ലല്ലോ, ഒരു ജോലിയില്ലല്ലോ, സമാധാനമില്ലല്ലോ, സ്വസ്ഥതയില്ലല്ലോ. സ്വർഗം അത് കാണുന്നുണ്ട്. നല്ല തമ്പുരാൻ നിൻ്റെ വേദന കാണുന്നുണ്ട്. നല്ല ദൈവം നിൻ്റെ വേദന കാണുന്നുണ്ട്. സർവശക്തനായ ദൈവം അത് ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി ദൈവം സംസാരിക്കും. പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവേ, അങ്ങയുടെ വചനം കേട്ട എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങ് സഹായിക്കണമേ. അങ്ങയുടെ വചനം കേൾക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമേ, അടയാളങ്ങൾ സംഭവിക്കണമേ, ദൈവപ്രവർത്തികൾ സംഭവിക്കണമേ. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്തൊക്കെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ ശക്തമായ പ്രവർത്തികൾ സംഭവിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, ചതി, വഞ്ചന, നിരാശ എന്നിവയിൽ നിന്നെല്ലാം ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളെ ദീർഘായുസ്സും ആരോഗ്യവും തരണമേ, സമാധാനവും സന്തോഷവും തരണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഒരു ദോഷവും വരരുത്, ഒരു തിന്മയും വരരുത്, ഒരനർത്ഥവും ഞങ്ങളുടെ കൂടാരത്തെ തൊടുക പോലും ചെയ്യരുത്. ദൈവത്തിൻ്റെ ശക്തമായ കരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വേദനകൾ അങ്ങ് കാണുന്നല്ലോ, നല്ല തമ്പുരാൻ അതറിയുന്നല്ലോ. ഞങ്ങളതിനെ ഓർത്ത് നന്ദി പറയുന്നു. പല വിഷമങ്ങളിലും ഞങ്ങൾ വീണു പോകും, തകർന്നു പോകുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ എഴുന്നേൽപ്പിക്കുന്ന അങ്ങയുടെ അത്ഭുത കരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളെ സൂക്ഷിക്കണമേ, ഞങ്ങളെ കരുതേണമേ. അങ്ങയുടെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനം വായിക്കണം, ശ്രദ്ധിക്കണം, സന്തോഷത്തോടെ ഇരിക്കുക. ഓരോ വേദനകളും സ്വർഗം കാണുന്നുണ്ട്. കണ്ണുനീരിന് വിലയുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കണം കേട്ടോ. ഈ വചനം ഒത്തിരി പേർക്ക് അനുഗ്രഹമാണ്, പ്രതീക്ഷയാണ്, നന്മയാണ്, സൗഖ്യമാണ്. സാധ്യമായ എല്ലാവരോടും ഈ വചനം കേൾക്കാൻ പറയണം. നാളെയും 5:30 ഒരുമിച്ച് ഈ വചനം ഡെയിലി ബ്ലെസ്സിങ്ങിൽ കേൾക്കാൻ ഒരുമിച്ച് വരണം. ഒത്തിരി ആളുകൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് തന്നെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹമാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ വലിയവനായ ദൈവം, സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.